2022 അങ്ങനെയാണ് പ്രസിദ്ധമായിട്ട് സാർ വളരെ മുന്നോട്ട് പോകുന്നത്. മെയ് ഫസ്റ്റ് വീക്കിൽ സാർ വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചു അതിനുശേഷം സാറ് ചെയ്യുമ്പോൾ കുട്ടി പോലെ തന്നെ സ്വന്തം വീട്ടുകാർക്ക് പോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ് സാർ വിളിച്ച് പ്രത്യേകിച്ച് എല്ലാ ടീച്ചേഴ്സ് ഇട്ടിട്ടാണ് യൂണിഫോം വാങ്ങിച്ചുകൊടുക്കുന്നത്. യൂണിഫോം എല്ലാവർക്കും ഗവൺമെൻറ് 800 രൂപ കഴിഞ്ഞ വർഷം ഫണ്ട് കിട്ടിയിരുന്നു. അപ്പോൾ എന്തെല്ലാം കൊടുക്കണമെന്ന് ഞങ്ങൾ 20,000 rupees പർച്ചേസ് ചെയ്ത് സ്കൂളിൽ യൂണിഫോം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ബാഗ് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ സാർ ആക്സിഡൻറ്റ് എടുക്കുന്നത് കഴിഞ്ഞ പരിപാടികളുടെ ഏകദേശം സ്കൂളുകൾക്ക് നടത്താൻ പറ്റും. അതായത് 200 സ്കൂളുകൾക്കും അതല്ലാതെ ഏകദേശം കുട്ടികൾക്കുള്ള പഠന ആവശ്യങ്ങൾക്കുള്ളതാണ് നിസ്സാരമായിട്ടുള്ള ഒരു 65,000 രൂപയോളം. അപ്പോൾ അതിനകത്ത് പല ചിലവർക്ക് 500 രൂപയായിരിക്കും, 10,000 രൂപ ആൾക്കാരുണ്ട്. ഓരോരുത്തരും ശേഷിച്ചിട്ടുണ്ട്. പക്ഷെ ആ 5 പേർക്ക് ഞാൻ നമ്മുടെ കാര്യം നമ്മൾ പൈസ 7 പേരിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആ 55 പേര് പറയുന്നത് ഒരു സിസ്റ്റം പൈസ തന്നെയാണ്. അപ്പൊ ആ ഒരു നമ്മൾ ആക്ച്വലി അവർ തന്ന ഓരോ ജോലിയും ശരിക്കും ആളിലേക്ക് എത്തുന്ന രീതിയിൽ മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും മാത്രം ഭയങ്കരമായിട്ട് പുറകിൽ വർക്ക് ചെയ്ത ആൾക്കാരാണ്. മറ്റുള്ളവർ നമുക്ക് സാമ്പത്തിക എല്ലാം കിറ്റ് മേടിക്കും ഓരോ ബാഗിലാക്കാനും ഒക്കെ നമ്മൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവരോട് ഓരോരുത്തരോട് ഞാൻ ആക്ടിവിറ്റിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും അതൊന്നും ഇപ്പൊ എന്തൊരു ആവശ്യം ഈ പറയുന്ന 55 പേരുടെ ഒരു അഭിപ്രായം വേണ്ടത് 10 ആൾക്കാരാണ്, ഒരു ഗ്രൂപ്പാണ്. ഒരു സ്കൂളിലെ അങ്ങനെ പല ഗ്രൂപ്പുകളോട് നമ്മൾ പോകാൻ പറ്റുന്ന കേസാണ്. നല്ല കാര്യങ്ങൾ നടക്കട്ടെ, നല്ല ദിവസം ഉണ്ടാവട്ടെ. ഒരുപാട് പ്രശ്നം സന്തോഷം. അതുപോലെ തന്നെ ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ആശംസകൾ ഞങ്ങളുടെ ഭാഗത്ത് എല്ലാവർക്കും. ബഹുമാനപ്പെട്ട നമ്മുടെ അനൂപ് സാറിനും ടീമിനും ആദ്യം തന്നെ ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ്. ഇത്രയും എഫേർട്ട് എടുത്ത് അട്ടപ്പാടി പോലെയുള്ള സാമ്പത്തികമായും സാമൂഹികമായും പിന്നോക്കം നിൽക്കുന്ന ഒരു പ്രദേശത്ത് വിവിധ സ്കൂളുകളിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കായി ബാഗും മറ്റേ കുടയും ബുക്കും ഇതുപോലുള്ള കാര്യങ്ങൾ എത്തിച്ചു നൽകാൻ ഉള്ള നല്ല മനസ്സിന് ആ വലിയൊരു മനസ്സിന് ഒരുപാട് നന്ദി. കാരണം സാർ പറഞ്ഞ പോലെ സ്കൂൾ തുറക്കുന്ന ഈ ഒരു അവസരത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ അട്ടപ്പാടി പോലുള്ള പ്രദേശത്തുള്ള രക്ഷിതാക്കളുടെ അവസ്ഥ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ബുക്ക് വാങ്ങണം, യൂണിഫോം വാങ്ങണം, കുട വാങ്ങണം, അവർക്ക് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മറ്റുള്ള വിദ്യാർത്ഥികൾ നല്ല യൂണിഫോമും നല്ല കുടയും ബാഗും ചെരുപ്പും ബുക്കുകളും ഒക്കെ ആയിട്ട് വരുമ്പോൾ പാവപ്പെട്ട വീട്ടിലെ വിദ്യാർത്ഥികൾക്ക് ഇതൊന്നും കിട്ടാത്ത അവസ്ഥ വിശേഷമാണ് പ്രത്യേകിച്ച് അട്ടപ്പാടി. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ മനസ്സിലാക്കി ആ വിദ്യാർത്ഥികൾക്ക് ഇതുപോലെയുള്ള സ്കൂളുകൾ
കണ്ടെത്തി ആ വിദ്യാർത്ഥികൾക്ക് ഇത്രയും നല്ല സൽപ്രവൃത്തി ചെയ്യാൻ ഉള്ള ഒരു മനസ്സ്, ആ ഒരു മനസ്സ് ആയിരത്തിൽ ചില ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാകുള്ളൂ. ആ വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ് നമ്മുടെ പ്രിയപ്പെട്ട സാറ്, അനൂപ് സാറ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് വിദ്യാലയങ്ങളും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇനിയും ഒരുപാട് സഹായങ്ങൾ ടീമിന് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശിക്കുന്നു. ദൈവം അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും അദ്ദേഹത്തിൻ്റെ ടീമിനും നൽകുമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തോട്. അപ്പോൾ നമ്മുടെ മട്ടത്തക്കാട് സ്കൂളിലും ഇതുപോലെ ഒരുപാട് പാവപ്പെട്ട വിദ്യാർത്ഥികൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഒരുപാട് പാവപ്പെട്ട വിദ്യാർത്ഥികൾ, പാവപ്പെട്ട വീടുകളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയമാണ്. അപ്പോൾ ഈ വിദ്യാലയത്തിലേക്കും സാറിൻ്റെ ആ ഒരു എഫേർട്ടിൻ്റെ ഭാഗമായിട്ട് ഈ വിദ്യാർത്ഥികൾക്കും ഇതുപോലെയുള്ള നന്മ പ്രവർത്തനങ്ങൾ, ബാഗും കുടയും ബുക്കും ഇതുപോലെയുള്ള കാര്യങ്ങൾ എത്തിച്ച് നൽകുന്നത് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് വലിയൊരു അനുഗ്രഹമാണ്, രക്ഷിതാക്കൾക്ക്. കാരണം അവർക്ക് ഇതുപോലെ നമ്മുടെ സ്കൂളിൽ ചെരുപ്പില്ലാതെയും കുടയില്ലാതെയും അല്ലെങ്കിൽ ബുക്കും ഇല്ലാതെയും ബാഗില്ലാതെയും കീറിപ്പറഞ്ഞ വസ്ത്രത്തോടെയും വരുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇതുപോലെയുള്ള അടിസ്ഥാന കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞതിൽ കാണിച്ചതിന് നമ്മുടെ പ്രിയപ്പെട്ട സാഹിബിന് ഒരുപാട് നന്ദി.